4 തവണ ഫുട്ബോൾ ലോകകപ്പ് ഉയർത്തിയ ഇറ്റലി ചരിത്രത്തിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ ഇറങ്ങും. സ്കോട്ട്ലൻഡാണ് ആദ്യ മത്സരത്തിൽ അസൂറി പടയുടെ എതിരാളികൾ. കായിക ലോകത്ത് ഇറ്റലി എന്ന പേര് വിജയത്തിന്റെ പര്യായമാണ്. പക്ഷേ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ആ പേര് എഴുതിച്ചേർക്കാൻ അവർക്ക് താങ്ങേണ്ടി വന്നത് കഠിനമായ വഴികൾ. അസാധ്യമെന്ന് പലരും കരുതിയെടുത്തു നിന്ന് പോരാടി നേടിയതാണ് ഈ ലോകകപ്പ് ടിക്കറ്റ്. ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള അവസാന യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലി നെതർലൻഡ്സിനോട് വീണെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ പിൻബലത്തിലാണ് അസൂറികൾ ലോകകപ്പിനെത്തിയത്. പോയിന്റ് പട്ടികയിൽ സ്കോട്ട്ലൻഡിനും ഇറ്റലിക്കും 5 പോയിന്റ് വീതം ഉണ്ടായിരുന്നെങ്കിലും നേരിയ റൺ റേറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇറ്റലി മുന്നേറിയത്. വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് തളരാത്ത പോരാട്ടവീര്യത്തിന്റെ ഫലം. ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്ത നായകൻ ജോ ബേൺസ് ടീമിലില്ലെന്ന തിരിച്ചടി നേരിട്ടിട്ടും പതറാതെ വെയിൻമാർട്സിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പടയൊരുക്കത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു അസൂറികൾ. ലോകകപ്പിലേക്ക് എത്തുമ്പോൾ അനുഭവസമ്പന്നനായ വെയിൻമാർട്സിനും ദക്ഷിണാഫ്രിക്കൻ കരുത്തുമായെത്തുന്ന ജെ സ്മട്സും നയിക്കുന്ന ഇറ്റാലിയൻ നിരയിൽ ഓരോ താരവും ഒരു പടയാളിയാണ്. ഗ്രാൻഡ് സ്റ്റിവാർട്ടും തോമസ് ഡ്രാക്കയും പന്തുകൊണ്ട് തീതുപ്പാൻ തയ്യാറെടുക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിലെ ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ പുതിയൊരു വിപ്ലവം പിറക്കുന്നതിന് കാത്തിരിക്കുകയാണ് ആരാധകർ. എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ ബാറ്റും പന്തും കൊണ്ട് മറുപടി നൽകാനാണ് അസൂറികൾ വരുന്നത്. ഗ്രൂപ്പ് സിയിലെ വമ്പന്മാരായ ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും മുന്നറിയിപ്പ് നൽകാനാണ് നാളത്തെ മത്സരത്തിൽ ഇറ്റലി കളത്തിലിറങ്ങുക. എതിരാളികളായി എത്തുന്നത് ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് ICC പുറത്താക്കിയപ്പോൾ നറുക്കുവീണ സ്കോട്ട്ലൻഡ്. ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റ സ്കോട്ടിഷ് പടയ്ക്ക് ഇറ്റലിക്കെതിരെ ജയം അനിവാര്യം. നാളെ രാവിലെ 11 മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. മഞ്ഞുമലകളും കടന്ന് ഇന്ത്യൻ പിച്ചുകളിലേക്ക് എത്തിയ പടയാളികളിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.